അങ്ങനെ കൊച്ചിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് കേട്ടോ. ട്രെയിൻ എന്ന് ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടാണ് വന്നീനെ. കയറുന്ന സമയത്ത് എനിക്ക് ത്രോട്ട് പെയിനും ഷോൾഡർ പെയിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്രയും നേരം എസിലിരുന്ന് വന്നതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ നന്നായിട്ട് പനിച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്നത് താഴത്തമ്മൻ്റെ വീട്ടിലായിട്ടായിരുന്നു. അവിടെ അക്കു വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും അവിടെ സജീവമായിരുന്നു കേട്ടോ. അടുത്ത ദിവസമായപ്പോൾ എനിക്ക് ലക്ഷം ജീവൻ വെച്ചെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ജ്യോതിച്ചിയായിട്ട് പ്ലാൻ ഇട്ടിട്ട് നമ്മൾ പാടത്ത് പോകാമെന്നുള്ളൊരു പരിപാടി ഉണ്ടാക്കി. ഇത് പിന്നെ ഒരു പുതുതായിട്ടുള്ള പ്ലാനിങ് അല്ല എന്ന് എനിക്കറിയാം. എപ്പോൾ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും പാടത്ത് പോകണം, ചായ കുടിക്കണം, മൂന്നിയാകുമ്പോൾ തിരിച്ചു വരണം. ഇതാണല്ലോ നമ്മളെ പ്ലാനിങ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ദേവിക മാഡത്തിനെ കാണുന്നത്. മാഡം നമ്മുടെ കുഞ്ഞാവിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, സ്കൂൾ മേറ്റ് ആണ്. പണ്ട് ഡെയിലി വീട്ടിൽ വരാനും ഇപ്പം പിന്നെ അവർ കോളേജിലായതുകൊണ്ട് മാഡത്തിന് പാടത്തുനിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്ന കലാപരിപാടി പിന്നെ അക്കു വന്ന സ്ഥിരമാണ്. അവൻ്റെ പിന്നാലെ ഓടുക, കച്ചറ ഉണ്ടാക്കുക, അതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കേ ഒരുപാട് കുട്ടികൾ പാടത്ത് മീൻ പിടിക്കുന്നുണ്ട്. എത്ര പിള്ളേരാണോ, എത്ര മീനാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം ചായ കുടിച്ചു തിരിച്ചും കൊണ്ട് പോന്നു.